ഇന്ത്യയുടെ തിരിച്ചടിയിൽ 11 സൈനികർ കൊല്ലപ്പെട്ടെന്ന് പാകിസ്ഥാൻ. പരുക്കേറ്റത് 78 സൈനികർക്ക്. കൊല്ലപ്പെട്ടവരിൽ പാക് വ്യോമസേനയിലെ സ്ക്വാഡ്രൺ ലീഡറും ഷോപ്പിയാനിൽ 3 ലഷ്കർ ഭീകരരെ വധിച്ച് ഇന്ത്യൻ സേന. സൈനികരെ അഭിനന്ദിക്കാൻ ആദംപൂർ വ്യോമത്താവളത്തിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനം. പാകിസ്ഥാനുമായുള്ള വെടിനിർത്തലിൽ അമേരിക്കയുടെ ഇടപെടൽ എന്താണെന്ന ചോദ്യം ആവർത്തിച്ച് കോൺഗ്രസ്. വ്യാപാര നയതന്ത്രമെന്ന ട്രംപിന്റെ അവകാശവാദത്തിന് മോദി മറുപടി പറയണമെന്ന ആവശ്യം. അടിയന്തരമായി പാർലമെന്റ് ചേരണമെന്ന കോൺഗ്രസിന്റെ ആവശ്യത്തിന് ശരത് പവാറിന്റെ പിന്തുണയില്ല. സർവകക്ഷി യോഗമാണ് വേണ്ടതെന്ന് പവാർ. പുതിയ നേതൃത്വം ചുമതലയേറ്റ് മണിക്കൂറുകൾക്കുള്ളിൽ കോൺഗ്രസിൽ അതൃപ്തി. പുനഃസംഘടനയുടെ പേരിൽ കെ.സി. വേണുഗോപാലിന്റെ വിശ്വസ്തരെ കുത്തിനിറച്ചെന്ന ആക്ഷേപം. ബെന്നി ബെഹനാനെ പരിഗണിക്കാത്തതിലും ഹസനെ മാറ്റിയതിലും എ ഗ്രൂപ്പിന് അമർഷം. ഹൈക്കമാൻഡുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ഡൽഹിക്ക് പോകാതെ സുധാകരൻ. തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സ്വർണ്ണ കവർച്ചാ ശ്രമമെന്ന് പോലീസ്. കുഴിച്ചിട്ടതായി കണ്ടെത്തിയ 13 പവൻ പിടിക്കപ്പെടുമെന്നായപ്പോൾ ഉപേക്ഷിച്ചതാണെന്ന് എഫ്ഐആർ. ജീവനക്കാരുടെ ചോദ്യം ചെയ്യൽ തുടരുന്നു. നന്ദൻകോട് കൂട്ടക്കൊലയിൽ കേഡൽ ജെൻസൺ രാജയ്ക്കുള്ള ശിക്ഷ അല്പസമയത്തിനുള്ളിൽ. വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ. കൊലപാതകം നടത്തുമ്പോഴും പിന്നീടും പ്രതിക്ക് മാനസിക രോഗമില്ലെന്ന് വാദം. CBSE +2 പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. വിജയശതമാനം 88.39. വിജയത്തിൽ മുന്നിൽ വിജയവാഡ. തിരുവനന്തപുരം രണ്ടാമത്. 10ാം ക്ലാസ് ഫലം ഉടൻ. അമൃതരാജ് എന്ന് പറയുന്ന ഒരു യുവാവിനും ഇതേപോലെ ഞങ്ങളെ പോലെയുള്ള അനുഭവം വന്നു. അയാൾ ജീവിച്ചിരിക്കുന്നില്ല, അയാൾ മരിച്ചുപോയി. അപ്പോൾ ഡോക്ടറിന് ഒരു അബദ്ധം പറ്റാം, ഇത് വീണ്ടും അബദ്ധം പറ്റിയിരിക്കുന്നു. ഇവർക്ക് കാര്യം അറിയാമല്ലോ, ഇങ്ങനെ വരുമ്പോൾ തന്നെ അറിയാം ഈ അവസ്ഥയിൽ എത്തുമെന്ന്. അപ്പൊ സംരക്ഷിച്ചൂടെ, നമ്മളെ കുട്ടിയെ രക്ഷിച്ചൂടെ? കൊഴുപ്പ് മാറ്റാനുള്ള ചികിത്സയിൽ കൈവിരലുകൾ നഷ്ടമായി. തിരുവനന്തപുരം കഴക്കൂട്ടത്തെ കോസ്മെറ്റിക് ആശുപത്രിയുടെ ലൈസൻസ് റദ്ദാക്കി. ചികിത്സാ പിഴവില്ലെന്ന മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് തള്ളി എത്തിക്സ് കമ്മിറ്റി.